കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരികൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ നാമം എഴുതിയ പുസ്തകം എവിടെയൊക്കെയാണ് നമുക്ക് അമ്പലത്തിൽ സമർപ്പിക്കാമെന്ന് നോക്കാം. അമ്പലത്തിന് പുറത്തായിട്ട് നമുക്ക് കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ദീപസ്തംഭങ്ങൾ കാണാം. ദീപസ്തംഭങ്ങളുടെ മുന്നിലായിട്ട് വലിയ ഭണ്ഡാരപ്പെട്ടി കാണുന്നു. ആ ഭണ്ഡാരപ്പെട്ടിയുടെ മുകളിലായിട്ട് നമുക്ക് ഈ നാമം എഴുതിയ പുസ്തകം ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. ഒരുപാട് ഭക്തർ കണ്ണനുള്ള കാഴ്ചദ്രവ്യങ്ങൾ ആ ഭണ്ഡാരത്തിന് മുകളിലായിട്ട് സമർപ്പിച്ചിട്ടുള്ളത് നമുക്ക് കാണാവുന്നതാണ്. ഇനി നാം അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണെങ്കിൽ നമുക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കൊടിമരച്ചുവട്ടിലുള്ള ഭണ്ഡാരത്തിൻ്റെ മുകളിലായിട്ട് നമുക്ക് നാമം എഴുതിയ പുസ്തകം സമർപ്പിക്കാവുന്നതാണ്. ഇനി നമ്മൾ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഭഗവാന്റെ മുൻപിലുള്ള ആ മണ്ഡപത്തിൽ തന്നെ നമുക്ക് ഭഗവാന്റെ നാമം എഴുതിയ പുസ്തകം സമർപ്പിക്കാവുന്നതാണ്. ഇനി അകത്ത് കയറുമ്പോൾ നമുക്ക് സോപാനപ്പടിയുടെ അടുത്തുകൂടി നമ്മളെ ദർശിക്കാനായിട്ട് വിടുകയാണെങ്കിൽ നമുക്ക് സോപാനപ്പടിയിലും നാമം എഴുതിയ പുസ്തകം സമർപ്പിക്കാവുന്നതാണ്. പ്രകാരം നമുക്ക് ഭഗവാന്റെ നാമം എഴുതിയ പുസ്തകം ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. ഏവർക്കും ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.